ഹായ്, ഹലോ, നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. SCRT സീരീസിൽ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 7ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ്. 7ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം ഭാഗം 1 ഭാഗങ്ങളില് നമ്മൾ 3 ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞു അല്ല. 2 ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സും 1 ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട ഭാഗവും. അടുത്തായിട്ട് 4ാമത്തെ ഭാഗം നമുക്ക് ഇന്ന് തുടങ്ങാം. ചാപ്റ്റർ പേരാണ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. ചാപ്റ്റർ പറയുന്ന കാര്യം ആദ്യം തന്നെ തുടങ്ങുന്നത് നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ ആദ്യം തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അഗ്നിച്ചിറകുകൾ എന്ന കൃതിയിലെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഓർത്ത് വെക്കേണ്ട കാര്യം നിങ്ങൾക്കറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള വസ്തുത. അഗ്നിച്ചിറകുകൾ എന്നുള്ള കൃതി ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ APJ അബ്ദുൽ കലാം. അറിയാവുന്ന കാര്യമാണല്ലോ. ഈ കൃതിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളിലെ കാര്യങ്ങളൊക്കെയാണ്. അതില് സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അറിയിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം നിലനിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കല്, വ്യക്തികളെ ഒഴിവാക്കുക, അവസരങ്ങൾ നിഷേധിക്കുക, സാമൂഹികമായി വിവേചിക്കുക, അങ്ങനെ പ്രവണതകളൊക്കെയാണ് നമ്മൾ അനീതി എന്ന് വിളിക്കുന്നത്. അപ്പൊ അനീതി എന്ന് പറഞ്ഞാൽ എന്താ? മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കുക, അവസരം നിഷേധിക്കുക, സാമൂഹികമായിട്ട് വിവേചിക്കല്, ഇതിനൊക്കെ അനീതി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ചാപ്റ്ററിന്റെ പേര് അനീതിയിൽ നിന്ന് അനീതിയിലേക്ക് നല്ലേ. നെക്സ്റ്റ് അടുത്തായിട്ട് ആ അനീതിയുടെ മറ്റുള്ള കാര്യങ്ങൾ നോക്കിക്കോ. മുൻകാല വിധിയോടെ ചില സാമൂഹ്യ വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അവർക്ക് കഴിവുകൾ ഉണ്ടായിരുന്നു, തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും എന്നിട്ട് നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, അവസരങ്ങൾ ഉണ്ടായിട്ടും നൽകാതിരുന്നിട്ടുണ്ടായിരുന്നു. വ്യക്തിയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവൃത്തികളിലൂടെ ചില സാമൂഹ്യ വിഭാഗങ്ങളിലെ അരികുകളിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിനായിട്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഓക്കെ, മെയിനായിട്ടും പറയുകയാണെങ്കിൽ കുറച്ച് നവോത്ഥാന നായകന്മാരും അതേപോലെ തന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ആ രീതിയിൽ ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ മഹാത്മാ അയ്യങ്കാളിയെ കുറിച്ചുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സമരം നിങ്ങൾക്കറിയാം, ഊരൂട്ടമ്പല ലഹള എന്ന് പറയുന്ന ലഹള അല്ല. ഊരൂട്ടമ്പല ലഹള നടന്നത് ഊരൂട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണെന്ന് മനസ്സിലാക്കി വെച്ചുള്ള. നിലവിൽ ആ ഊരൂട്ടമ്പലത്തിൽ ഒരു സ്കൂളുണ്ട്, സർക്കാർ UP സ്കൂളാണ് ആ ഭാഗത്തുള്ളത്. ആ UP സ്കൂൾ അറിയപ്പെടുന്ന പേരാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ. ഓക്കെ, നിലവിൽ ഊരൂട്ടമ്പലത്തിലെ ആ സ്കൂളിന്റെ പേരെന്താ? അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ എന്നാണ്. ഒരു കുടിപ്പള്ളിക്കൂടമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഊരൂട്ടമ്പലത്തിലുള്ള ആ ഗവൺമെന്റ് UP സ്കൂള്. ഓക്കെ, ആ രീതിയിലൊരു ചരിത്ര സംഭവം അവിടെ നടക്കുകയാണ്. അതായത് പഞ്ചമി എന്നൊരു ദളിത് ബാലിക ഉണ്ടായിരുന്നു. ആ ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പഞ്ചമിയുടെ കൈ പിടിച്ചുകൊണ്ട് അയ്യങ്കാളി സ്കൂളിലേക്ക് വരിക ചെയ്ത് സ്കൂൾ കയറ്റിയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചമി കയറിയതിന്റെ ഭാഗമായിട്ട് ജമ്മിമാർ വന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്കൂളിന് തീ വെക്കുക ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പം ആ രീതിയിൽ സംഭവം നടന്ന ആ സ്കൂളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ പകുതി കത്തിയ ബെഞ്ചുകൾ ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് ഊരൂട്ടമ്പലം നടന്നിട്ടുള്ളത്. അപ്പം ഊരൂട്ടമ്പൽ ലഹള ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അതായത് താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായിട്ട് വിദ്യാഭ്യാസ അവകാശങ്ങൾ ഉയർന്ന ജാതി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ എന്നതായിരുന്നു നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസം നിഷേധിച്ചവർക്ക് വേണ്ടിയിട്ട് തുല്യാവസരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അയ്യങ്കാളി പരിശ്രമിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സാമൂഹിക പരിവർത്തനത്തിലുള്ള ഒരു ഉപാധിയാണെന്ന് തിരിച്ചറിഞ്ഞ ആളാണ് ആര്? മഹാത്മാ അയ്യങ്കാളി. അതേപോലെ തന്നെ വിദ്യാഭ്യാസമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന രീതിയിൽ എല്ലാ ആൾക്കാരെയും ആ രീതിയിൽ മഹത്വവൽക്കരിക്കപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നിലപാടായിരുന്നു
വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറയുന്നത് ആരുടെ നിലപാടായിരുന്നു അത്, അല്ലെങ്കിൽ ആരുടെ സന്ദേശമായിരുന്നു എന്ന രീതി ചോദിക്കുകയാണെങ്കിൽ അതാണ് ശ്രീനാരായണ ഗുരു. പിന്നെ നമുക്ക് പരിചയപ്പെടാനുള്ള കേരളത്തിലെ കുറേ നവോത്ഥാന നായകരുണ്ട്. അതിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ടർ, ചട്ടമ്പി സ്വാമി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ, ഇവരൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകരായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പേരുകൾ. അപ്പോൾ ഇത്രയും വ്യക്തികളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട നവോത്ഥാന നായകരുടെ പിക്ചറാണ് നിങ്ങൾക്ക് ഈ ഭാഗത്തിലൂടെ കാണാൻ പറ്റുന്നത്. ആരൊക്കെയാ അത്? ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ടർ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ. ഇത്രയും പേരുകളൊന്ന് മനസ്സിലാക്കി വെച്ചോളാം. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ഭാഗം ജ്യോതിറാവ് ഫുലെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതായത് ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ അദ്ദേഹം വിശേഷിപ്പിച്ച പേരാണ് ദളിത്. അപ്പൊ ദളിത് എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര് എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അത് ജ്യോതിറാവ് ഫുലെയാണ്. അപ്പോൾ ദളിത് എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജ്യോതിറാവ് ഫുലെയാണ്. എന്താ ദളിത് എന്ന് പറഞ്ഞാൽ? ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ്. ഇനി ജ്യോതിറാവ് ഫുലെന്റെ കാലഘട്ടം 1827 മുതൽ 1890 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് മനസ്സിലാക്കി വെച്ചോളൂ. 1827 മുതൽ 1890 വരെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവനയായിരുന്നു സ്ത്രീകള്, ദളിതർ എന്നിവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മറ്റൊരു പേരാണ് സാവിത്രി ബായ് ഫുലെ എന്ന് പറയുന്ന പേര്. മനസ്സിലാക്കി വെച്ചോളണം. പെൺകുട്ടികൾക്കായിട്ട് ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു ആര്? സാവിത്രി ബായ് ഫുലെ. ഇവരുടെ കാലഘട്ടം 1831 മുതൽ 1897 വരെയുള്ള കാലഘട്ടം. ഓക്കെ, അതായത് ജ്യോതിറാവ് ഫുലെ അതേപോലെ തന്നെ സാവിത്രി ബായ് ഫുലെ, ഈ രണ്ട് വ്യക്തികളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഏകദേശം സെയിം കാലഘട്ടം അല്ലെ, ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചതും ഇവർ തന്നെയാണ്. ഓക്കെ, ആ രീതിയിൽ നിശാ പാഠശാല സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നീട് ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് പൂനെ യൂണിവേഴ്സിറ്റിയെ പേര് മാറ്റിയിട്ട് സാവിത്രി ബായ് ഫുലെ യൂണിവേഴ്സിറ്റി എന്ന രീതിയിലേക്ക് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. കിട്ടുമല്ലോ. അപ്പോൾ ആ രണ്ട് വ്യക്തികളെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് അടുത്തായിട്ട് പെരിയാർ അല്ലെങ്കിൽ പെരിയോർ അല്ലെങ്കിൽ EV രാമസ്വാമി നായ്ക്കർ. അപ്പോൾ എന്ത് മനസ്സിലാക്കി വെക്കാം? അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. 1879 മുതൽ 1973 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമായിരുന്നു സ്വാഭിമാനി പ്രസ്ഥാനം. സ്വാഭിമാനി പ്രസ്ഥാനം ആരതാ? അത് EV രാമസ്വാമി നായ്ക്കരാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജാതി വിരുദ്ധ സമര നായകരിൽ ഒരാളാണ് ആര്? EV രാമസ്വാമി നായ്ക്കർ. സാമൂഹ്യ പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണ ആധിപത്യത്തിലൂന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടിട്ടുണ്ടായിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് പ്രവർത്തിച്ച ആൾ കൂടിയായിരുന്നു ആര്? പെരിയാർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കർ. കിട്ടിയോ? അടുത്ത പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചോളണം. വെറിയർ എൽവിൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1902 മുതൽ 1964 വരെയാണ്. ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകിയ വ്യക്തിയാണ് ആര്? വെറിയർ എൽവിൻ. നെക്സ്റ്റ് അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഗോത്ര മനുഷ്യരുടെ തനൽ ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. ഗോത്ര മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് ആര്? വെറിയർ എൽവിൻ. പേര് മറക്കാതെ ഓർത്ത് വെക്കുക, വെറിയർ എൽവിൻ. നെക്സ്റ്റ് അടുത്ത പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പേരാണ് ഡോക്ടർ A. അയ്യപ്പൻ. 1905 മുതൽ 1988 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. തൃശ്ശൂർ ജില്ലയിലാണ് ജനനം. 1905 ജനിച്ചു എന്ന് മനസ്സിലാക്കി വെക്കുക. ഡേറ്റ് ഫെബ്രുവരി 5. അത്രത്തോളം പ്രാധാന്യം കൊടുക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് ആര്? ഡോക്ടർ A. അയ്യപ്പൻ. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന്
മലിനോവിസ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചാണ് പഠനത്തിന് സമഗ്ര സംഭാവന നൽകിയിട്ടുള്ളത്. ഓക്കെ, ആ രീതിയിൽ കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ച് പഠനത്തിന് സമഗ്ര സംഭാവന നൽകിയ വ്യക്തിയാണ് ആര്? ഡോക്ടർ എ അയ്യപ്പൻ. അടുത്തത് നഞ്ചിയമ്മ. നമ്മൾ കേട്ട പേരൊക്കെയാണ് അല്ല. നഞ്ചിയമ്മ പാലക്കാട് ജില്ല. ഓക്കെ, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ ഇരുളർ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു നഞ്ചിയമ്മ. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം അല്ല. ഗോത്ര വിഭാഗത്തിൽ നിന്ന് പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് ആരെന്ന് മനസ്സിലാക്കി വെക്കുക. നഞ്ചിയമ്മ. ഗോത്ര വിഭാഗത്തിൽ നിന്ന് വരുന്ന ആദ്യ ആളാണ് നഞ്ചിയമ്മ. അതായത് നമ്മൾ കേട്ട ആ കളക്കാത്തെ സന്തനമേറെ എന്നുള്ള ആ പാട്ടില്ലേ, ആ പാട്ട് തുടങ്ങുന്ന ഗാനമായിരുന്നു എന്ത് ചെയ്തത് ആലപിച്ചിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചുള്ള ആ രീതിയിലുള്ള പിക്ചറൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. രാഷ്ട്രപതിയിൽ നിന്ന് ആ ചലച്ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങുന്ന നഞ്ചിയമ്മ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഓർത്ത് വെച്ചുള്ള ആ രീതിയിൽ നഞ്ചിയമ്മിൻ്റെ കാര്യം. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് പറയുന്നു. പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി 1858 മുതൽ 1922 വരെയുള്ള കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനും വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തി ആയിരുന്നു ആര്? പണ്ഡിത രമാബായി. അടുത്ത ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മറ്റൊരു പേര് പാഠപുസ്തകം പറയുന്നത് ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആണ്. പുന്നൻ ലൂക്കോസ്. ഓക്കെ, 1886 മുതൽ 1976 വരെയുള്ള കാലഘട്ടം, 1976 വരെയുള്ള കാലഘട്ടം അല്ല. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ബിരുദം കരസ്ഥമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിത എന്ന നിലയിൽ പ്രശസ്തിയായിട്ടുണ്ട്. അപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ നിന്ന് ആദ്യമായി ബിരുദം നേടിയ വനിത ആണ് ആര്? ഡോക്ടർ പുന്നൻ ലൂക്കോസ്. അങ്ങനെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധിയും ആര് തന്നെയാണ്? പുന്നൻ ലൂക്കോസ് ആണ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ പുന്നൻ ലൂക്കോസിൻ്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത, അതേപോലെ തന്നെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയാണ്. അടുത്ത വ്യക്തി ജാനകി അമ്മാൾ. EK ജാനകി അമ്മാൾ. കാലഘട്ടം 1897 മുതൽ 1984 വരെയുള്ള കാലഘട്ടത്തിലാണ്. 1984 വരെയുള്ള കാലഘട്ടത്തിലാണ്. തലശ്ശേരിയിലാണ് ജനിക്കുന്നത്. അതേപോലെ തന്നെ സസ്യശാസ്ത്രജ്ഞയാണ്. കരിമ്പ് ഗവേഷണത്തിലാണ് അവരുടെ പ്രധാനപ്പെട്ട സംഭാവനയുള്ളത്. അത്യുൽപാദന ശേഷിയുള്ള സങ്കരീന കരിമ്പ് വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആദ്യ ഡയറക്ടർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആര്? EK ജാനകി അമ്മാൾ. ഓക്കെ, അതിൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ. 1977 എന്ത് ചെയ്തിട്ടുണ്ട്? പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്ത കാര്യം, നമ്മൾ ആ രീതിയിൽ നീതി കിട്ടേണ്ട വ്യക്തികളെ പരിചയപ്പെടുന്ന സമയത്ത് സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും ലിംഗപദവി വിവേചനം എന്ത് ചെയ്യുന്നുണ്ട്? അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചുള്ള. അപ്പോൾ എന്താ ട്രാൻസ്ജെൻഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനനസമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. മനസ്സിലാക്കി വെക്കുക. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത്, മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന്. മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഏത് ഉപയോഗിക്കുന്നത്? ന്യൂനപക്ഷം എന്ന രീതിയിൽ പറയുന്നത്. നെക്സ്റ്റ് അടുത്തായിട്ട് മറ്റൊരു നിയമത്തെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുകയാണ്. 2016 ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമം എന്നുള്ള നിയമം. ഓക്കെ, വന്ന വർഷം ഏതാ? 2016. അതായത് ഒന്നുമില്ല, ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയുമായുള്ള സാമൂഹ്യ ജീവിതം ഉറപ്പുവരുത്താൻ വേണ്ടി വന്നിട്ടുള്ള
നിയമമാണ് ഏത്? ഭിന്നശേഷി സംരക്ഷണ അല്ലെങ്കിൽ അവകാശ സംരക്ഷണ നിയമം. പിന്നെ പാരാലിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഭിന്നശേഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്ലറ്റുകൾ മത്സരിക്കുന്ന കായിക മത്സരം, അന്താരാഷ്ട്ര കായിക മത്സരം, ഓക്കെ, അത് തുടങ്ങിയത് 1948 മനസ്സിലാക്കി വെക്കുക. പാരാലിമ്പിക്സ് തുടങ്ങിയ വർഷം 1948. ഇത്തരം കാര്യങ്ങൾ ഈ ഭാഗത്തിലൂടെ കിട്ടിക്കൊള്ളണം. നെക്സ്റ്റ് അടുത്തായിട്ട് ഈ രീതിയിൽ നമ്മൾ പരിചയപ്പെടേണ്ട മറ്റൊരു പേരാണ് ഡോക്ടർ BR അംബേദ്കർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പരിചയപ്പെട്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയാണ്. അതേപോലെ തന്നെ ദളിതരുടെ സാമൂഹിക രാഷ്ട്രീയ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങൾക്ക് പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത വ്യക്തിയായിരുന്നു ആര്? ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1891 മുതൽ 1956 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കി വെച്ചോളണം, ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ ഈ രീതിയിൽ സമത്വം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആ അനുച്ഛേദം എന്ന് പറയുന്നത് 14. ഓക്കെ, കാര്യം മനസ്സിലാക്കി വെക്കുക. എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന രീതിയിൽ അനുച്ഛേദമാണ് ഇത്, അനുച്ഛേദം 14. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്നത് അനുച്ഛേദം 15ലൂടെയാണ്. ഓക്കെ, എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുന്നത് 14ലൂടെയും മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നത് അനുച്ഛേദം 15ലൂടെയും. ഇത്രയും കാര്യങ്ങളാണ് നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് പരിചയപ്പെട്ടു പോകാനുള്ളത്. കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റർ തന്നെയാണ്. പരിചയപ്പെട്ട വ്യക്തികളെയൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യുക. വീഡിയോ ഒന്നുകൂടെയും കണ്ടിട്ട് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളൊന്ന് എഴുതി വെച്ചോളാം. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കേ.